ജൂൺ 27 മലയാള മനോരമ പത്രത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് പരിശോധിക്കാം. ഇതിൽ മുഖ്യമായി പ്രധാനപ്പെട്ട പേജിൽ തന്നെ വന്നിരിക്കുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ സുനിത വില്യംസ്, ഇന്ത്യൻ വംശീയ സുനിത വില്യംസ് ബഹിരാകാശത്ത് കുടുങ്ങി. ആ കുടുങ്ങിയ പേടകത്തിൻ്റെ പേര് സ്റ്റാർ ലൈനർ എന്നാണ്. സ്റ്റാർ ലൈനർ എന്നാണ് ആ പേടകത്തിൻ്റെ പേര്. അതിൽ ഹീലിയം ഗ്യാസിൻ്റെ വാതക ചോർച്ചയാണ് സുനിത വില്യംസ് അവിടെ കുടുങ്ങാനുള്ള കാരണം. സുനിത വില്യംസിൻ്റെ പ്രത്യേകതകൾ കുറേ ഉണ്ട്. അതിൽ നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടത്, കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിത. കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിതയാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ്. പിന്നെ അടുത്തൊരു വാർത്ത, നമ്മുടെ പുതിയ 18ാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർളയാണ്. ഓം ബിർളയെ 18ാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഈ ഒരു വാർത്തയും കൂടി നമുക്ക് ഓർമ്മിക്കണം. പിന്നെ നമ്മുടെ പി ടി ഉഷയുടെ 60ാം ജന്മദിനമാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് പി ടി ഉഷ ഇപ്പോൾ ഉള്ളത്. അത് അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രധാന വാർത്തയായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇത് നാട്ടുവർത്തമാനത്തിൻ്റെ പേജാണ്. ഇതിൽ നമുക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. പിന്നെയുള്ളത് ഈ 6ാമത്തെ പേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശരീര വ്യായാമം ചെയ്യാത്തവരുടെ റാങ്കിങ്ങിൽ ഇന്ത്യ 12ാം സ്ഥാനത്താണ്. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡ പ്രകാരമുള്ള ശരീരവ്യായാമം ഇല്ലാത്തവരിൽ ഇന്ത്യക്കാർക്ക് 12ാം സ്ഥാനമാണുള്ളത്. പകുതി ഇന്ത്യക്കാരും വ്യായാമം ചെയ്യുന്നില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അടുത്തത്, മുൻ വിദേശകാര്യ സെക്രട്ടറി മുച്കുന്ദ് ദുബെ. അത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പേരാണ്. മുച്കുന്ദ് ദുബെയാണ് അന്തരിച്ചു. അപ്പോൾ മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിൽ ഇടം നേടിയ ഒരു മനുഷ്യനാണ് മുച്കുന്ദ് ദുബെ. CL ജോസിന് സാഹിത്യ പരിഷത്ത് പുരസ്കാരം. ഒരു വാർത്തയാണ് കറണ്ട് അഫയേഴ്സ്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമഗ്ര സംഭാവന പുരസ്കാരം നാടകകൃത്തായ CL ജോസിന് ലഭിച്ചു. പിന്നെ കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവിയായി തുടരുന്നത് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഇപ്പോഴത്തെ സംസ്ഥാന പോലീസ് മേധാവി. അടുത്തത്, ഓവർസീസ് കോൺഗ്രസ്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ചെയർമാൻ ആയി ഇപ്പോൾ തുടരുന്നത്, വീണ്ടും നിയമിതനായത് സാം പിത്രോദ. ഈ ഒരു ന്യൂസുകൾ കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഒളിമ്പിക്സ്. പാരീസിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന് പങ്കെടുത്ത, അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളിൽ നൃത്തം ചെയ്ത മലയാളി പെൺകുട്ടിയാണ് യഷ്നയാണ് ആ മലയാളി പെൺകുട്ടി. പിന്നെ അടുത്തതായിട്ടുള്ളത്, അടുത്ത ന്യൂസുകൾ പ്രധാനപ്പെട്ട ന്യൂസായി നമ്മൾ വിലയിരുത്തേണ്ട ന്യൂസ്, ഇതൊക്കെ വെറും രാഷ്ട്രീയപരമായിട്ടുള്ള പേജ് മാത്രമാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട പേജ് എന്ന് പറയുന്നത് എനിക്ക് കാര്യമായിട്ടുള്ളത് ഇതാണ്. മക്കയിലെ കാബയുടെ പുതിയ താക്കോൽ സൂക്ഷിപ്പുകാരൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് അബ്ദുൾ വഹാബ് ബിൻ സൈനുൽ അബിദീനാണ്. അൽ ഷൈബി. അത് വലിയൊരു പേരാണ്. ഇതൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് ഓർത്ത് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് ഈ പേരൊന്ന് സ്ട്രൈക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഏഷ്യൻ പസഫിക് റീജിയണൽ ഡയറി കോൺഫറൻസ് തുടങ്ങിയത് കൊച്ചിയിലാണ്. അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിയായ ജെ ചിഞ്ചുറാണിയാണ്. അതും കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സ് പേജാണ് വരുന്നത്. അതിൽ സെമി 2020 ലോകകപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഒന്നുമില്ല. പിന്നെയുള്ളത്, നിധി പാരീസിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന പാതി മലയാളിയാണ്, 14 വയസ്സുകാരിയാണ് നിധി ദേസിംഗു. നീന്തൽക്കുളത്തിലേക്കാണ് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന 2 താരങ്ങളിൽ ഒരാളാണ് പാതി മലയാളി നിധി. കർണാടകയിലാണ് താമസം. കഴിഞ്ഞ വർഷം നടന്ന ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും നിധി തന്നെയാണ്.
പിന്നെ നമ്മുടെ ലോകകപ്പ് ഹോക്കി ടീമിനെ പ്രഖ്യാപിച്ചു, ലോകകപ്പല്ല ഒളിമ്പിക്സിൻ്റെ ഹോക്കി ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16 ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർമൻ പ്രീത് സിംഗ് ആണ്. ഹർമൻ പ്രീത് സിംഗ്. മലയാളിയായ ശ്രീജേഷ് 4 ഒളിമ്പിക്സിന് ഈ ഹോക്കി ടീമിൻ്റെ കൂടെയുണ്ട്. ആ ന്യൂസുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ട ന്യൂസ് ഉഷയുമായി ബന്ധപ്പെട്ട ചില ന്യൂസുകളാണ്, അത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു വാർത്തകളോടുകൂടി നമ്മുടെ ജൂൺ 27 പത്രത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വാർത്ത അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു ദിവസത്തെ പത്രവുമായി നമുക്ക് വീണ്ടും കാണാം.